Hi friends, Autodesk Script Architecture ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ തംബ്ലൈനിൽ കണ്ടതുപോലെ തന്നെ നമുക്ക് എങ്ങനെ ഒരു 3D റൂഫ് ടൈൽ ക്രിയേറ്റ് ചെയ്യാം, അതെങ്ങനെ നമുക്കൊരു സ്ലോപ്പ് റൂഫിൽ അല്ലെങ്കിൽ ഒരു റൂഫിൽ കൊടുക്കാൻ നോക്കാം. ഓൾറെഡി എങ്ങനെ റൂഫിൽ കൊടുക്കാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഒരു വീടിൻ്റെ പ്ലാൻ ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ ടോപ്പ് റൈറ്റിൽ ഐ വരും, ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കാണുക. സോ നമുക്ക് ആദ്യം നമ്മുടെ റൂഫ് ടൈൽ ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ഇതിനായിട്ട് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തു. നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ റൂഫ് ടൈലാണ്. സോ അതൊരു ഫാമിലിയാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പ്രൊജക്റ്റ് അല്ല, സോ ഫാമിലിയാണ്. ഞാൻ ഫാമിലിയിൽ ന്യൂ ക്ലിക്ക് ചെയ്തു. അവിടുന്ന് സെലക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മെട്രിക് കർട്ടൻ പാനൽ പാറ്റേൺ ബേസ്ഡ് ആണ്. ഈ ഒരു പ്രൊഫൈലാണ് നമ്മൾ ഓപ്പൺ ചെയ്ത് വരയ്ക്കുന്നത്. നിങ്ങൾക്ക് ഇതില്ല എങ്കിൽ നിങ്ങൾക്ക് ഓട്ടോഡെസ്കിൻ്റെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ അത് സെലക്ട് ചെയ്യുക, ഓപ്പൺ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു പ്രൊഫൈലാണ് ഓപ്പൺ ആയി വരുന്നത്. ആദ്യം തന്നെ നമുക്ക് യൂണിറ്റ് സെറ്റ് ചെയ്യണം. ഞാൻ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റി. ഓക്കെ, ദെൻ ഇത് സെലക്ട് ചെയ്യുക, ഈ ഗ്രിഡ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ 304 ആണ് വന്നിരിക്കുന്നത്. സോ ഞാൻ അത് ചേഞ്ച് ചെയ്തിട്ട് ഒരു 30 കൊടുത്തു. ഇത് ഞാൻ 30 കൊടുത്തു. ഓക്കെ, എന്നിട്ട് അപ്ലൈ കൊടുത്തു. അപ്പോൾ നമുക്ക് ആ വാല്യൂ ചേഞ്ച് ആയി കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റൂഫ് ടൈലിൻ്റെ സൈസ്. നെക്സ്റ്റ് നമുക്ക് വരയ്ക്കണം. അതിനായിട്ട് പ്ലെയിൻ സെറ്റ് ചെയ്യണം. ജസ്റ്റ് വർക്ക് പ്ലെയിനിൽ സെലക്ട് ചെയ്യുക. അവിടുന്ന് ഏത് പ്ലെയിൻ ആണോ, അതായത് നിങ്ങൾക്ക് 4 എൻഡിലും 4 ഇത് കാണാം. ഓക്കെ, പോയിന്റ് അവിടെയാണ് നമ്മൾ പ്ലെയിൻ സെറ്റ് ചെയ്തത്. ഞാൻ ഈ ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു പ്ലെയിൻ ആണ് ചൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, അപ്പോൾ പ്ലെയിൻ സെറ്റ് ആയിട്ടുണ്ട്. സോ ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ടാണ് വരയ്ക്കുന്നത്. അതായത് റൈറ്റിൽ നിന്ന് നോക്കട്ടെ. ഓക്കെ, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് ഞാൻ വരയ്ക്കുന്നത്. ഓക്കെ, സോ ഞാൻ ഈ ഒരു പ്ലെയിൻ സെലക്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തു, ആർക്കിൽ ക്ലിക്ക് ചെയ്തു. ആർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു എൻഡിലും ഈ ലൈനിലേക്ക് കൊണ്ടുവരുമ്പം ഇവിടെ ഒരു ട്രയാങ്കിൾ വരുന്നുണ്ട്. ഓക്കെ, അതാണ് സെൻറ്റർ. ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഒരു ചെറിയ ഹൈറ്റ്, വലുതായിട്ടൊന്നും കൊടുക്കുന്നില്ല, ഒരു ചെറിയ ഹൈറ്റ്, ഒരു ഓക്കെ 10.88 ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഈ എൻഡിലും കൊണ്ടുവന്നു. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൊണ്ടുവരുമ്പോൾ ഓൾറെഡി വരുന്നുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമുക്കിതിൽ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ ഈ പിക്ക് ലൈൻ ചൂസ് ചെയ്തു. ഒരു ഓഫ് സെറ്റ് എന്ന് പറയുന്നത് ഒരു 1 സെൻറ്റിമീറ്റർ. ദെൻ താഴേക്ക് ഓഫ് സെറ്റ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഞാൻ ഇത് ക്ലോസ് ചെയ്യാണ്. ഈ എൻഡ് അതിനായിട്ട് റൈറ്റിൽ വന്നു. ഈ എൻഡ് ക്ലോസ് ചെയ്യണം. അതിനായിട്ട് ഞാൻ ലൈൻ ടൂൾ സെലക്ട് ചെയ്തിട്ട് ഈ എൻഡും വരച്ചു കൊടുത്തു. ലൈൻ ചൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഈ സൈഡും 2 എൻഡും ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ സെയിം തന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ വരണം. അതെങ്ങനെ വരുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ സെറ്റ് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഈ ഒരു പ്ലെയിൻ ആയിരുന്നു സെലക്ട് ചെയ്തു. സോ ഞാൻ ഈ ഒരു പ്ലെയിൻ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് പിക്ക് ലൈൻ ചൂസ് ചെയ്യുക. ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. നമ്മുടെ എല്ലാം അതുപോലെ തന്നെ അപ്പുറത്ത് വരും. ഓക്കെ, 2 സൈഡിലും വന്നിട്ടുണ്ട്. ജസ്റ്റ് എസ്കേപ്പ് ഒന്ന് പ്രസ് ചെയ്യുക, വീണ്ടും ഒന്ന് പ്രസ് ചെയ്യുക. ഇനി നമുക്ക് ഇത് 2 സെലക്ട് ചെയ്യണം. അതിനായിട്ട് ഇത് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ കൺട്രോൾ യൂസ് ചെയ്തിട്ട് ഇതും സെലക്ട് ചെയ്യുക. ഇപ്പോൾ 2 സെലക്ട് ആയിട്ടുണ്ട്. ദെൻ ക്രിയേറ്റ് ഫോം കൊടുത്താൽ നമ്മുടെ റൂഫ് ടൈൽ ഫോമായി വന്നിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ പ്രോപ്പർട്ടി ചേഞ്ച് ചെയ്യാം, മെറ്റീരിയൽ ചേഞ്ച് ചെയ്യാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പം ഞാൻ ഇത് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പോർഷനും, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുള്ള് സെലക്ട് ചെയ്യാം. ഇങ്ങനെ സെലക്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഇത് 2 സെലക്ട് ആയിട്ടുണ്ട്. ജസ്റ്റ് കാറ്റഗറി വരിക. ലെഫ്റ്റ് സൈഡിൽ മെറ്റീരിയൽ കാറ്റഗറിയിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഡിഫോൾട്ട് റൂഫ് ഓൾറെഡി വന്നിട്ടുണ്ട്. ഞാൻ റെൻഡർ അപ്പിയറൻസ് കൊടുത്തു. അപ്പിയറൻസിനകത്ത് ഒരു ചെറിയ കളർ വേരിയേഷൻ കൊടുക്കുകയാണ്. ദെൻ ഓക്കെ കൊടുത്തു. നെക്സ്റ്റ് ഇമേജ് നോട്ട് സെലക്റ്റഡ് എന്നാണ്. ഞാൻ ഒരു ഗ്രേ, ഒരു ടിൻറ്റ് നമുക്ക് കൊടുക്കാം. ടിൻറ്റ് എന്ന് പറയുന്നത് ഈ നമ്മൾ നേരത്തെ ചെയ്ത ആ കളർ തന്നെ ടിൻറ്റ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആ ടെക്സ്ചർ വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ ആ മെറ്റീരിയലോട് ഞാൻ ഇതിൻ്റെ റിയലിസ്റ്റിക്കിലോട്ട് മാറ്റിയാൽ ആ മെറ്റീരിയൽ നമുക്ക് ആ റൂഫിൻ്റെ ആ ഒരു ടെക്സ്ചർ പോലെ വന്നിട്ടുണ്ട്.
ഓക്കെ, അപ്പോൾ നമ്മൾ റൂഫ് പെട്ടെന്നൊരു റൂഫ് ക്രിയേറ്റ് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേറെ 2-3 ലെയറൊക്കെ കൊടുക്കാം. ഞാൻ നേരത്തെ ഡൗൺലോഡ് ഓപ്ഷൻ തന്നിട്ടുള്ള, അതായത് നമ്മുടെ ഡ്രൈവ് ലിങ്കിൽ തന്നിട്ടുള്ള ലിങ്കിൽ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റൂഫാണ് തന്നിരിക്കുന്നത്. സോ ഇത് ഞാൻ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്തൊരു റൂഫാണ്. സോ നമുക്കിത് സേവ് ചെയ്യാം. അതല്ലെങ്കിൽ ലോഡിൻ്റെ പ്രൊജക്റ്റ് എന്ന് ഓപ്ഷൻ ഉണ്ട്, അവിടെ ലോഡ് ചെയ്യാം. ഫസ്റ്റ് നമുക്കൊന്ന് സേവ് ചെയ്യാം. ഓക്കെ, ഞാൻ ഫയലിനകത്ത് സേവ് ക്ലിക്ക് ചെയ്തു. അതിനകത്ത് നിന്ന് ഡെസ്ക്ടോപ്പിലേക്ക് ഞാൻ ഇപ്പം പെട്ടെന്ന് മാറ്റുകയാണ്. ഇവിടുന്ന് റൂഫ് എന്ന് കൊടുത്തു, റൂഫിന്ന് നെയിം കൊടുത്തു, ദെൻ സേവ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ നോർമലി ഇതങ്ങ് സേവ് ചെയ്യാം, ഇതങ്ങ് ക്ലോസ് ചെയ്യാണ്. ഞാനൊരു ന്യൂ പ്രൊജക്റ്റ് ആർക്കിടെക്ചറിൽ, ഞാൻ നേരത്തെ ഓപ്പൺ ആക്കി വെച്ചിട്ടില്ല. ഓക്കെ, ഞാൻ നമ്മുടെ മെട്രിക് പ്രൊഫൈൽ ഓപ്പൺ ചെയ്തു. ഇനി നമുക്കൊരു ചെറിയ റൂഫ് വരയ്ക്കാം. നോർമൽ റൂഫ് വരയ്ക്കാം, ലെവൽ 2 തന്നെ വരയ്ക്കാം. ഞാൻ ഡിഫൈൻ സ്ലോപ്പ് ഓപ്പൺ ചെയ്തിട്ട് റൂഫ് വരച്ചിട്ടുണ്ട്. എന്നിട്ട് ടിക്ക് കൊടുത്തു. ഓക്കെ, ഞാൻ ഈ ഒരു സൈഡിൽ മാത്രം എങ്ങനെ കൊടുക്കാം എന്ന് കാണിച്ചു തരാം. അതായത് നമുക്ക് ആ റൂഫ് എങ്ങനെ കൊടുക്കാമെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ റൂഫ് ഫാമിലി ലോഡ് ചെയ്യുക. അതായത് ഇൻസെർട്ട് ചെയ്യുക, ലോഡ് ഫാമിലി ക്ലിക്ക് ചെയ്യുക. ഡെസ്ക്ടോപ്പിലായിരുന്നു നമ്മൾ സേവ് ചെയ്തിരുന്നത്. ജസ്റ്റ് റൂഫ് ഓപ്പൺ ചെയ്യുക. നമ്മുടെ ആ ഫാമിലി ലോഡായിട്ടുണ്ട്. ഓക്കെ, ഇനി ചെയ്യുന്നത് നമ്മൾ നേരത്തെ ചെയ്ത പ്രൊസീജിയർ, അതായത് നമ്മുടെ ആ വീടിൻ്റെ ചെയ്ത പ്രൊസീജിയറാണ്. ഫസ്റ്റ് ആർക്കിടെക്ചർ ചെല്ലുക, കമ്പോണൻസ്, മോഡൽ ഇൻ പ്ലേസ്, എന്നിട്ട് മാസ് സെലക്ട് ചെയ്യുക, ദെൻ ഓക്കെ കൊടുക്കുക. ഞാൻ റൂഫിങ്ങിന് കൊടുത്തു, നെയിം കൊടുത്തു, ദെൻ പ്ലെയിൻ സെറ്റ് ചെയ്യാം. ഞാൻ സെറ്റ് സെലക്ട് ചെയ്തു. ഈ ഒരു പ്ലെയിൻ അല്ലെങ്കിൽ ഈ ഒരു പ്ലെയിൻ കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് മോഡൽ ലൈൻ ക്ലിക്ക് ചെയ്യുക, പിക്ക് ലൈൻ ചൂസ് ചെയ്യുക. ഈ ലൈൻ ചൂസ് ചെയ്തിട്ട് ടാബ് യൂസ് ചെയ്തിട്ട് എല്ലാം സെലക്ട് ചെയ്തു. ഓക്കെ, ഈ 3 ലൈൻ, അതായത് ഈ ട്രയാങ്കിളുള്ള 3 ലൈൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ക്രിയേറ്റ് ഫോം കൊടുക്കുക. ഹൈറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 600 ആണ്. സോ ഞാൻ അതൊരു 20 കൊടുത്തു. ഓക്കെ, 20 വളരെ കുറഞ്ഞു പോയി. ഒരു 100 കൊടുക്കാം. ഓക്കെ, 100 കൊടുത്തു. നെക്സ്റ്റ് അതിനെ ഡിവൈഡ് ചെയ്യാം. അതിനായിട്ട് ഡിവൈഡ് സർഫസ് കൊടുക്കുക. അപ്പോൾ സർഫസ് ഡിവൈഡ് ആയി കിട്ടിയിട്ടുണ്ട്. നമുക്ക് യു ഗ്രിഡും വി ഗ്രിഡും സെറ്റ് ചെയ്യാം. ഒരു 300 കൊടുത്തു. വി ഗ്രിഡും അതുപോലെ തന്നെ ഒരു 300 കൊടുത്തു. ഓക്കെ, അപ്പോൾ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് പാറ്റേൺ സെലക്ട് ചെയ്യാം. പാറ്റേൺ നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത റൂഫ് വന്നിട്ടുണ്ട്. ജസ്റ്റ് റൂഫ് സെലക്ട് ചെയ്യുക. നമ്മുടെ റൂഫ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം ജസ്റ്റിഫിക്കേഷൻ സെൻറ്റർ മാറ്റിയിട്ട് എൻഡ് കൊടുക്കുക. അപ്പം എൻഡിലുള്ളത് അത് കട്ടായി വരും. ഓക്കെ, അപ്പോൾ റൂഫ് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഫിനിഷ് കൊടുത്താൽ നമ്മുടെ റൂഫ് ക്രിയേറ്റ് ആയി, അതായത് നമുക്ക് നമ്മുടെ റൂഫ് ടൈൽ നല്ല 3Dയിൽ തന്നെ വരുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിൽ ഗ്രിഡ് റൊട്ടേഷൻ കൊടുത്താൽ ഈ ടൈലിൻ്റെ റൊട്ടേഷൻ എങ്ങോട്ട് വേണം എന്ന് സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ അത് കൊടുക്കുന്നില്ല. നമ്മുടെ റൂഫ്, അതായത് റൂഫ് ടൈൽ ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മളൊരു റൂഫ് ടൈൽ ക്രിയേറ്റ് ചെയ്യുന്നതും അത് ഒരു റൂഫിൽ കൊടുക്കുന്നതും. അപ്പം വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.